നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. US ഫെഡ് മീറ്റിംഗിന് ശേഷം US ഫെഡ് റിസർവ് ഡോളറിന് കരുത്തു പകരാൻ നടത്തിയ നീക്കങ്ങൾ സത്യത്തിൽ ഏഷ്യൻ മാർക്കറ്റിൽ ഹ്യൂജ് വോളറ്റൈലിറ്റിക്കാണ് കാരണമായിട്ടുള്ളത്. അതോടൊപ്പം യൂറോപ്യൻ മാർക്കറ്റുകൾക്കാണെങ്കിൽ നല്ല പോസിറ്റീവ്നെസ് ഉണ്ട്. വീക്കെൻഡിൽ അമേരിക്കയിൽ നാസ്ഡാക്കിന് മാത്രമാണ് എന്നാലും ചെറിയ ഒരു മികവ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഡോ ജോൺസ് S&P ഇൻഡെക്സുകൾ ഒരു നേരിയ നെഗറ്റീവിലാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ബോംബെ സെൻസെക്സ് 188 പോയിൻറ്റും നിഫ്റ്റി 73 പോയിൻറ്റും കഴിഞ്ഞ വാരത്തിൽ പോസിറ്റീവ്നെസ്സിലാണ്. ഈ ആഴ്ച നിഫ്റ്റി മാർച്ച് ഫ്യൂച്ചർ സെറ്റിൽമെൻറ്റ് കൂടിയാണ്. അതേസമയം ഇന്ന് ഹോളി പ്രമാണിച്ചും ഇനി വരുന്ന വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ പ്രമാണിച്ചും 2 ദിവസങ്ങൾ അവധിയായി കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ഈ ആഴ്ച 3 ദിവസമാണ് മാർക്കറ്റിംഗ് ട്രേഡുകൾക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചയാണ് മാർച്ച് സീരീസ് സെറ്റിൽമെൻറ്റ്. മാത്രമല്ല മന്ത് എക്സ്പയറി കൂടിയാണ് ഇൻഡെക്സുകൾ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ഹ്യൂജ് വോളറ്റൈലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നാളെ മുതൽ മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് തൊട്ട് കഴിഞ്ഞ ആഴ്ചയുമായി താരതമ്യപ്പെടുത്തിയാൽ വലിയ ഒരു മാറ്റമില്ല. ഇത് ഓപ്പറേറ്റർമാരെ ഏപ്രിൽ സീരീസിലേക്ക് റോൾ ഓവറിന് പ്രേരിപ്പിച്ചേക്കാം. നിഫ്റ്റി ഇൻഡെക്സ് 22,120 പോയിന്റിൽ നിന്നും കഴിഞ്ഞ ആഴ്ചക്കിടയിൽ 21,710 പോയ ശേഷമുള്ള തിരിച്ചുവരവിൽ 22,180 വന്നെങ്കിലും മാർക്കറ്റ് ക്ലോസിങ്ങിൽ നിഫ്റ്റി 22,096 പോയിന്റിലാണ്. മുൻനിര ഇൻഡിക്കേറ്ററുകൾ പലതും ഓവർ സോൾഡ് ആയത് ബുൾ ഓപ്പറേറ്റർമാരെ പുതിയ ബാധ്യതകൾക്ക് പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസം എൻഡാണ്. മാത്രമല്ല 3 ദിവസമാണ് നമുക്ക് ട്രേഡിംഗ് അവസരം. ഒരു ഹൈ വോളറ്റൈലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ക്രൂഡ് ഓയിൽ കുതിച്ച് കയറുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മാർക്കറ്റ് ചെറുതായി താഴേക്കും പോകാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു സൈഡ് വേസ് പ്രതീക്ഷിക്കാം. ഒരു വലിയ ചാഞ്ചാട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നവരെല്ലാം കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് നാളെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. നിഫ്റ്റി ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 22,060 ആയിരിക്കും. സെക്കൻഡ് സപ്പോർട്ട് 21,990 ആയിരിക്കും. തേർഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് 21,880 ആയിരിക്കും. നമ്മുടെ ടെക്നിക്കൽ അനാലിസും ചാർട്ടൊക്കെ വെച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. ഇനി അത് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ വാശി പിടിക്കണ്ട. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 22,125 ആയിരിക്കും. സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത കാണുന്നത് 22,180 ആയിരിക്കും. തേർഡ് നമുക്ക് കാണാൻ കഴിയുന്നത് 22,210. ഇങ്ങനെയായിരിക്കും നാളത്തെ നിഫ്റ്റിയുടെ ലെവലുകൾ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നോക്കാം. നമുക്ക് ആദ്യം 46,980 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 47,200 റേഞ്ച് ആയിരിക്കും. 47,200 സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 47,200 ആയിരിക്കും. തേർഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക 47,460. ഇങ്ങനെയായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 46,760 ആയിരിക്കും. 46,760 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സെക്കൻഡ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക 46,555 560 ഈ ലെവലിലായിരിക്കും. തേർഡ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത കാണുന്നത് 46,315 320 ആ ലെവലായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും നാളത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ആദ്യത്തേത് ICICI ബാങ്കാണ്.
ICICI ബാങ്ക് 1101 വന്നാൽ ബൈ ചെയ്യാം. 1100.50 1101 ബൈ ചെയ്യാം. 1094 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം. 1110 1115 എന്നിങ്ങനെ ടാർഗറ്റുകൾ വയ്ക്കാം. അതിന് മേലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയും. രണ്ടാമത്തേത് ടാറ്റ കമ്മ്യൂണിക്കേഷനാണ്. ടാറ്റ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രെൻഡ് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 1940 വന്നാൽ നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. SL ഒരു 8-9 പോയിൻ്റ് നമുക്ക് വയ്ക്കാം. 1931 ടാർഗറ്റ് വന്നിട്ട് 1950 1955 എന്നിങ്ങനെ നമുക്ക് ടാർഗറ്റും വയ്ക്കാം. 1940 ബൈ ചെയ്യാം. 1931 സ്റ്റോപ്പ് ലോസ് വെക്കണം. 1950 1955 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാം. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ മൈനസ് ചെയ്ത് കൊണ്ടുപോയി പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ബയ്യേഴ്സ് സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാവില്ല. മന്ത് എൻഡ് അല്ലേ, മാത്രമല്ല എല്ലാ ഇൻഡെക്സുകളും എക്സ്പയർ ചെയ്യാണ്, 3 ദിവസമുള്ളൂ. ഓപ്ഷൻ ബയ്യേഴ്സ് വളരെയധികം ശ്രദ്ധാപൂർവം ട്രേഡ് ചെയ്യുക, പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നതും നിങ്ങൾ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതും എല്ലാം എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഞങ്ങൾ സജഷൻ ചെയ്യുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ അദ്ദേഹവുമായി ചർച്ച ചെയ്തും നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.